ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കാം. ഇന്നൊരു ബീട്രൂട്ട് ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ഒരു ബീട്രൂട്ട് വേണം, നെല്ലിക്ക, നാരങ്ങ, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ചെന്നല്ല ഒരു കുഞ്ഞ് ഇഞ്ചിയുടെ ഒരു കഷ്ണം വേണം. അപ്പോൾ ഞാൻ ബീട്രൂട്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ചെറിയ നെല്ലിക്കയും കൂടെ ഇടുന്നുണ്ട്. ഇപ്പോൾ നല്ല ചൂടുകാലമാണ്, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറേ ഡ്രിങ്കുകളൊക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും. ഒത്തിരി വെള്ളം കുടിക്കണമെന്നാണ്. അപ്പോൾ ഈ ബീട്രൂട്ട് ഒക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസാണ്. അപ്പോൾ ഒത്തിരി ഗുണങ്ങളുണ്ട് ബീട്രൂട്ടിന്. അപ്പോൾ ബീട്രൂട്ടൊക്കെ നമ്മളുടെ എല്ലാ ദിവസത്തെ ഫുഡിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിത് ബീട്രൂട്ട് എടുത്ത് അത് അരിഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു നാരങ്ങയുടെ നീര് കുറച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നെല്ലിക്ക അരിഞ്ഞിടുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ ആ വെള്ളമായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ പഞ്ചസാര ആഡ് ചെയ്യാം. ബീട്രൂട്ടിൻ്റെ മധുരം ഏകദേശം ചെറിയ മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് പഞ്ചസാര ഇട്ടില്ലല്ലോ എന്ന് അങ്ങനെ ഒരു ഇത് വരില്ല. മധുരം ഇല്ലാണ്ട് കുടിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ കുടിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല, അല്ലാണ്ട് തന്നെ ഞാൻ കുടിക്കുകയാണ്. അപ്പോൾ ആ നെല്ലിക്കയുടെയും ഇഞ്ചിയുടെയും നാരങ്ങയുടെ പുളിപ്പും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പം നിങ്ങളിത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. അപ്പം ഞാനിതിൻ്റെ അത് നന്നായിട്ട് മിക്സിയിൽ അരിച്ചെടുത്തിട്ട് അത് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ ബൈ.